ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ആലുവയ്ക്ക് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്നും 6 കിലോമീറ്റർ മാറിയുള്ള ദൂരത്തിലാണ്. അതുപോലെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് 5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. 13ഓളം വില്ലകൾ വരുന്ന നല്ല ഭംഗിയുള്ളൊരു വില്ല പ്രൊജക്റ്റ് ആണ്. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട വീടുകളാണ് ഇവിടെ കാണുന്ന ഓരോ വീടുകളും തന്നെ. 2-3 വീടുകൾ നമുക്ക് ഇവിടെ സെയിലായി പലതിനും ആളുകൾ താമസിക്കാനായിട്ട് ഈ ഒരു ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തന്നെ വരാനായിട്ടുള്ള ആ ഒരു പീരീഡിനകത്ത് വെയിറ്റ് ചെയ്യാണ്. 13 വില്ലകളും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ലാൻഡ് അളവ് കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ്, 5.5 സെന്റ്, 6 സെന്റ് അങ്ങനെയൊക്കെയാണ് ലാൻഡ് അളവുകൾ വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ലാൻഡ് അളവിലും സ്ക്വയർ ഫീറ്റിലുള്ള വീട് നോക്കി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. വീടുകൾ സെയിലായി പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള ഓപ്ഷൻ കുറഞ്ഞു വരുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിക്കുക. നമുക്ക് ഓരോ വീടിനും സെപ്പറേറ്റ് ആയിട്ട് നമ്പറുകളൊക്കെ ഇട്ട് 13 വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് കിടക്കുന്നത്. ഇന്ന് പരിചയപ്പെടുന്ന വീട് നോക്കുവാണെങ്കിൽ 6 സെന്റ് ലാൻഡിൽ 2950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. കുസാറ്റ് നമുക്കിവിടെ വളരെ അടുത്താണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുവാണെങ്കിൽ 6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇൻഫോ പാർക്കിന്റെ ഭാഗത്തേക്ക് 10 കിലോമീറ്ററും ഇടപ്പള്ളി സൈഡിലേക്ക് 12 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് വളരെ ഈസിയാണ്, വെറും 14 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് മെറ്റീരിയൽസും ഒക്കെയാണ് ഈ കാണുന്ന ഒരു വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന ഈവൻ പെയിന്റ് ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ അയൺ ബാറുകൾ എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഫിറ്റിംഗ്സ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റോഡ് ഫേസ് ആയിട്ടാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡ്, ടാർ റോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ കാണുന്ന വില്ലകളിലേക്ക് വരുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. 13 വില്ലകളുടെയും വർക്കുകൾ ഏകദേശം ഫിനിഷിംഗ് ആയി വരുന്നുണ്ട്. നെക്സ്റ്റ് ഫേസിലെ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ഈ ഒരു വീട് സ്വന്തമാക്കി കഴിഞ്ഞാൽ റോഡ് ഫേസ് ആയിട്ട് വരുന്ന ഏറ്റവും വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. റോഡ് ഇതുപോലെ നീണ്ടു നിവർന്ന് വളരെ വൈഡ് ആയിട്ടുള്ള റോഡാണ്. 2 കാറുകൾക്ക് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള ആ ഒരു സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് റോഡ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ ഞാൻ എടുത്തു പറയുന്നില്ല, വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കിയാൽ കാണാം, ആ ഒരു നമുക്ക് താഴെ നിന്ന് ഏറ്റവും ടോപ്പ് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന ഗ്ലാസിന്റെ ഒരു വർക്ക് കാണാം. അത് കൂടാതെ തന്നെ മുകളിലെ ഭാഗത്ത് ബാൽക്കണിയുടെ ഭാഗത്തും താഴെ സിറ്റ് ഔട്ട് ഒക്കെ നോക്കുവാണെങ്കിൽ, റൂഫ് നോക്കുവാണെങ്കിൽ PVC പാനലും ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മുകളിലെ ബാൽക്കണിയുടെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതിന്റെ താഴെ നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഒരു ഓപ്പൺ ബാൽക്കണി കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ ആണെങ്കിലും ഭംഗിയായിട്ട് ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലെ റൂഫിൽ നോക്കിയാൽ കാണാം, അവിടെ വരെ നമുക്ക് സ്പോട്ട് ലൈറ്റുകളും ഭംഗിയുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിന്റെ കാർപോർച്ചിലേക്ക് പോകാം. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് ആയിട്ടുള്ള കാർപോർച്ച് കിട്ടുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെ PVC പാനലിംഗ് ആണ് വരുന്നത്. ഒന്നാമത്തെ കാർ, ഇതിപ്പോ എത്ര വലിയ കാറും ആയിക്കോട്ടെ, സേഫ് ആയിട്ട് റൂഫിന്റെ അണ്ടറിൽ പാർക്ക് ചെയ്യാവുന്ന ഒരു വലിയ പോർച്ച് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൈറ്റ് സൈഡിലായിട്ട് EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ നട്ടിരിക്കുന്നത്. അതിനിടയിലെല്ലാം തന്നെ പെബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയ നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ടിന്റെ അകത്ത് വരുന്ന വോൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റർ വർക്കാണ്. അതിലൂടെ GA പൈപ്പിനെ കുറിച്ച് വർക്കുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു പാഷീവ് ഏരിയ കിട്ടുന്നുണ്ട്. പാഷീവ് ഏരിയയുടെ അകത്തൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് നേരെ പോകുന്നത്. റൂഫ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഭംഗിയായിട്ട് പെബിൾസ് ഒക്കെ ഇട്ടിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസും കൊടുത്തിട്ടാണ് ഈ ഒരു പാഷീവ് ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് കൂടി ഒരു എൻട്രി കിട്ടുന്ന രീതിയിലാണ് പാഷീവ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
പാഷ്യോ ഏരിയ നമ്മൾ പാസ് ചെയ്ത് വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം തന്നെ ഭംഗിയായിട്ട് തന്നെയാണ് ടൈലുകളെല്ലാം വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലെല്ലാം നല്ല ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കിണർ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ പാസ് ചെയ്തപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വീടിന്റെ നേരെ ബാക്ക് സൈഡ് ആണ്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സെർവൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവേഴ്സിനോ ഗസ്റ്റിനോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ വീടിനകത്തൂടെ അല്ലാതെ പുറത്തൂടെ ഒരു എൻട്രി ഉണ്ട്. ഈ ഒരു ബാത്റൂം നമുക്ക് ആ ഒരു പർപ്പസിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല വൈഡ് ആയ സ്പേസ് ആണ് ഇവിടെ എല്ലാം നമുക്ക് കിട്ടുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഭംഗിയായിട്ടുള്ള നല്ല പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നമ്മൾ നടന്നു വരുന്ന ഭാഗത്തിന് ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സൈഡിലെല്ലാം സെപ്പറേറ്റ് ഒരു ഏരിയ അതിനു വേണ്ടി മാത്രം വെച്ചിട്ട് പെബിൾസ് ഒക്കെ വിരിച്ചിട്ട് അതിനകത്ത് നിറയെ ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വീടിന്റെ മുമ്പിലൊക്കെ നോക്കിയാൽ കാണാം, നമ്മുടെ ഓരോ വില്ലകളുടെയും നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഭംഗിയായിട്ട് വലിയ 2 ഷോ ലൈറ്റുകളാണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത്. തിരിച്ച് നമ്മൾ നേരെ വന്നിരിക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിന്റെ പോർഷനിലാണ്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ട് അവിടെയും നല്ല വലിയ ഉരുളൻ കല്ലുകൾ കൊടുത്തിട്ട് അതിനകത്തെല്ലാം തന്നെ നല്ല ലീഫി പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സിറ്റ് ഔട്ടിലാണ്. വലിയൊരു സിറ്റ് ഔട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 5 ചെയറുകളൊക്കെ ഇടാവുന്ന വലിയൊരു സ്പേസ് ആണ് സിറ്റ് ഔട്ടിനകത്ത് കിട്ടുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തും കാർപോർച്ചിന്റെ ഏരിയ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ചെറിയ സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഇവിടെയാണ് വരുന്നത്. മരത്തിന്റെ മെയിൻ ആയിട്ടുള്ള വർക്കുകളൊക്കെ നോക്കുവാണെങ്കിൽ ടീക്വുഡ് വരുന്നുണ്ട്. ആഞ്ഞിലി, മഹാഗണി ഇതിനകത്തൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. ഒറ്റപ്പാളിൽ ഒരു വലിയ ഡോറാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്ക് ആദ്യം ഫ്ലോർ ടൈലുകൾ തന്നെ നോക്കാം. മാൻ ഫിനിഷിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. നല്ല നീളവും വീതിയുള്ള ടൈലുകളാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ അതിനകത്ത് വരുന്ന രീതിയിലാണ് ഭംഗിയുള്ള ടൈലുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. നോക്കിക്കോളൂ, ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ പാനലിംഗ് വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. നമ്മൾ നേരെ കയറി വന്ന സമയത്ത് ഡോർ നിങ്ങൾ കണ്ടു. അതിനടുത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. ഈ വിൻഡോസ് നമുക്ക് മുകളിലും താഴെയും 2 ലെയറിലായിട്ട് വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു കേർട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി താഴെയുള്ള ആ ഒരു വിൻഡോ കവർ ചെയ്യുന്ന രീതിയിൽ 2 പോർഷനിലുള്ള വിൻഡോ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വലിയൊരു കേർട്ടൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ ആ ഒരു ഏരിയ നമുക്ക് റൂഫിംഗ് വരുന്നുണ്ട്. അവിടെ ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിലും മൾട്ടിവുഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് TV വെക്കാനുള്ള മെയിൻ ബോർഡ് വരുന്നത്. ലിവിംഗിലേക്കും ഡൈനിങ്ങിലേക്കും നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ എല്ലാം തന്നെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു വോൾ മൗണ്ടഡ് ഫാൻ ആണ് കിട്ടുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ കാണാം, ചെറിയൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഇവിടേക്ക് നമുക്ക് ഓപ്പൺ ഷെൽഫുകളാണ് കിട്ടുന്നത്. അതിന്റെ സൈഡിലൂടെ ചെറിയ LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാൾ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ്, വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വീടിനകത്ത് എത്ര പേര് വന്നാലും അത്രയും പേരെ കംപ്ലീറ്റ് ഉൾക്കൊള്ളാവുന്ന ഒരു വലിയ ഡൈനിങ് ഹാളാണ്. നമുക്ക് എണ്ണം എടുത്ത് പറയാൻ പറ്റില്ല, ഏകദേശം നിയർലി ഒരു 18 അല്ലെങ്കിൽ 20 ആളുകളെ വരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള, അത് വിട്ട് വൈസ് നോക്കുവാണെങ്കിലും ലെങ്ത് വൈസ് നോക്കുവാണെങ്കിലും വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ ഡൈനിങ് ഹാളിനായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഡോറ് കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ട ഏരിയ തന്നെയാണ്. നമുക്ക് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ പാഷ്യൂ ഏരിയയിലേക്കാണ്. ഓൾറെഡി കണ്ടതാണ്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് വരുന്നത്. വലിയ ഉരുളൻ കല്ലുകളൊക്കെ വിരിച്ചിട്ട് ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഡോർ സ്ലൈഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലത്തെ ഈ ഒരു ഡോറും സ്ലൈഡ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഈ ഒരു പാഷ്യൂ ഏരിയ ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന വലിയൊരു ലാമ്പ് തന്നെയാണ് അതിന്റെ മിഡിൽ പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്നത്.
ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഇടയിലൂടെ വെള്ളം ഫോൾ ചെയ്ത് താഴേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും കാണുന്ന പോർഷനിലൊക്കെ LED സ്ട്രിപ്പുകളും അകത്തൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റീൽ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2 ഫാൻ ഫിറ്റിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസ് നോക്കുവാണെങ്കിൽ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ വരുന്ന നല്ല ലാമിനേഷനോട് കൂടിയിട്ടുള്ള ഒരു ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബ്രാൻഡുകളും പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ്സ് മാത്രമാണ് ഇവിടെ പൈപ്പ് ഫിറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിലും സാനിറ്ററി എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. വലിയൊരു മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ വയറിംഗ് കേബിൾസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ നോക്കാം. കിച്ചണിന്റെ എൻട്രൻസ് തന്നെ നോക്കിക്കോളൂ. ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലും റൈറ്റ് സൈഡിൽ നോക്കിയാലും ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ട് ഗ്ലാസ് ഡോറുകളും വെച്ചിട്ടാണ് ക്രോക്കറി ഷെൽഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിലും ഗ്രാനൈറ്റ് ആണ്. താഴെ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. കിച്ചൺ നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഓൾറെഡി അവിടെ ഹൂഡും ഹോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്യൂർ ഫ്ലെയിംസിന്റെയാണ് ചിമ്മിണി വരുന്നത്. ആ ഭാഗത്തായിട്ട് നമുക്ക് 5 വിൻഡോസ് ആണ് ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ വേറെ 3 വിൻഡോസും അവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടുത്തെ ആ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിൽ നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളാണ്. താഴെ നോക്കുവാണെങ്കിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് അഡീഷണൽ സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിന് വേണ്ടി മാത്രമാണ് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്നതിന്റെ മുകളിലും താഴെയൊക്കെ നോക്കിയാലും എവിടെ നോക്കിയാലും നിറയെ കബോർഡുകളാണ്. നമ്മുടെ കിച്ചണിനകത്തുള്ള ആക്സസറീസ് ഒന്നും തന്നെ പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ എല്ലാം സേഫ് ആയിട്ട് അകത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മൈക്രോവേവ് അവനൊക്കെ വെക്കാനായിട്ട് നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അവൻ വെക്കാനുള്ളതിന്റെ താഴെ നോക്കുവാണെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് ബാസ്ക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിറയെ വിൻഡോസ് ആണ് നമുക്ക് 2 സൈഡിലും കിട്ടുന്നത്. 5 വിൻഡോസ് വെച്ചിട്ട് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നിറയെ ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഏരിയ തന്നെയാണ്. ഓപ്പൺ ആയിട്ടാണ് ആ സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നത്. കിച്ചൺ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ കണ്ടത്. നമുക്കിനി ഇവിടെ ബെഡ്റൂമുകളാണ് കാണേണ്ടത്. താഴെ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആഞ്ഞിലയിലും മഹാഗണിയിലും തേക്കിലും ഒക്കെ ആയിട്ടാണ് വുഡൻ ഐറ്റംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വിൻഡോസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ വിൻഡോ ബേ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അത് നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ട് ആ ഒരു ടൈല് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 സിംഗിൾ വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. 2 വിൻഡോസിന്റെ താഴെ നോക്കിയാൽ നമുക്ക് സൈഡ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് ഗ്രേ ഷെയ്ഡും വുഡൻ കോമ്പിനേഷനിലുമാണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷൻ എല്ലാം ഓപ്പൺ ആയിട്ടാണ്. താഴെയൊക്കെ ഡോസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാണുന്ന ചെറിയ സ്പേസിന്റെ ഇടയ്ക്ക് എല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ലൈറ്റ് ഫിറ്റിംഗ്സും അതുപോലെ എല്ലായിടും തന്നെ സ്റ്റീൽ ബീഡിങ്ങുകളും ഒക്കെ കൊടുത്ത് LED സ്ട്രിപ്പുകളും കൊടുത്ത് മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് പർപ്പസിനായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വലിയൊരു മിറർ തന്നെ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫുൾ കവർ ചെയ്യുന്ന വലിയൊരു മിറർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള കോപ്പർ കളർ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. കോപ്പർ കളർ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ഫിറ്റിംഗ്സ് മാത്രമാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ എല്ലാം ഫിറ്റിംഗ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എല്ലാത്തിലും ഒരു പ്രത്യേകത പുലർത്തുന്ന രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് ആണെങ്കിൽ പോലും അതിന്റെ ഷേപ്സും ഭംഗികളും എല്ലാം വളരെ വെറൈറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
നല്ല രീതിയിൽ സൗകര്യങ്ങളും കൊടുത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് ബാത്റൂം എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. കയറി പോകുന്ന സ്റ്റെപ്സ് എല്ലാം തന്നെ വുഡൻ ആയിട്ടാണ്. സൈഡെല്ലാം നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെയൊക്കെ താഴെയുള്ള ഭാഗത്ത് നോക്കുവാണെങ്കിൽ അവിടെയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പവർ പോയിന്റിന്റെ കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് അവിടെ നോക്കുവാണെങ്കിൽ കാണാം ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. അവിടെ കംപ്ലീറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമുകളുടെ ഒന്നും സൈസ് ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്കറിയാം. 2950 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ റൂമുകളും എല്ലാ കാണുന്ന ഓപ്പൺ ഏരിയാസ് എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്, അത് കർട്ടൻ ഇട്ടിരിക്കുകയാണ്. ഈ രണ്ട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ വിൻഡോസ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. സൈഡ് ടേബിൾ നമുക്ക് ഇവിടെ 2 എണ്ണം കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ട് വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലാണ്. ഈ ഒരു ഭാഗത്താണ്. അതിന്റെ സൈഡിലായിട്ട് നോക്കിയാൽ കാണാം ചെറിയ ഡ്രോസും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ റൂമുകളും ഷോ ലൈറ്റ് വരെയും അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഫുൾ കവർ ചെയ്യുന്ന വലിയൊരു മിറർ തന്നെയാണ് ഡ്രസ്സിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ബാത്റൂമിനകത്തെ ടൈലുകളെല്ലാം തന്നെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് കയറിയിട്ടുള്ള ലാൻഡിങ്ങിലാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻ ആണ് ഇട്ടിരിക്കുന്നത്. മുകളിലൊക്കെ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വിൻഡോ ബേ ഫെസിലിറ്റി പോലെ തന്നെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭംഗിയുള്ള ഫ്ലവേഴ്സ് പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. അതെല്ലാം ഹാങ് ചെയ്തിരിക്കുന്നത് പാനലിംഗ് വർക്കുകളിലാണ്. കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ആണ് മുകളിലെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ്. വരുന്ന വഴിക്കുള്ള ഹാൻഡ് റൈൽസ് എല്ലാം നിങ്ങൾ കണ്ടു. ടീക്ക് വുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരെ നമുക്ക് ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് അപ്പർ ലിവിംഗിനായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്യാമറയും ഞാൻ നിൽക്കുന്നതും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നോക്കിയാൽ കാണാം വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വിഡ്ത് വൈസ് നോക്കുവാണെങ്കിലും ലെങ്ത് വൈസ് നോക്കുവാണെങ്കിലും വളരെ വലിയൊരു ഏരിയ തന്നെയാണ് അപ്പർ ലിവിംഗ് സ്പേസിൽ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റൂഫ് ഒന്ന് നോക്കാം. നോക്കിക്കോളൂ, സ്റ്റീൽ ബീഡിങ്ങുകളാണ് കൂടുതലും വരുന്നത്. ആവശ്യത്തിന് മാത്രമാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ചെറിയ കാണുന്ന സ്പേസുകളുടെ ഇടയിലെല്ലാം LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ ചെറിയ LED ബൾബുകളും 2 ഫാൻ ഫിറ്റിംഗും ആണ് നമുക്ക് കിട്ടുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഭംഗിയായിട്ട് മൾട്ടി വുഡിൽ വുഡൻ കളറും ഗ്രേ കളറും കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ബോർഡിന്റെ ബാക്ക് സൈഡിലായിട്ട് LED സ്ട്രിപ്പുകളും ചെറിയതായിട്ട് കാണുന്ന ബാക്കിയുള്ള സ്പേസുകളുടെ ഇടയ്ക്കൊക്കെ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ നോക്കിയാൽ ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും താഴെയൊക്കെ ഡോറുകളൊക്കെ വെച്ച് ക്ലോസ് ചെയ്ത് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡോർ എന്താണെന്നുള്ളത് നോക്കാം. നമുക്കിത് ആക്ച്വലി ഒരു കോൺക്രീറ്റ് ചെയ്ത് നല്ല സേഫ് ആയിട്ടുള്ള ഒരു റൂമാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ ലൈനും അതുപോലെ തന്നെ പവർ പോയിന്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള റൂം ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫീസ് റൂമിനായിട്ടോ അല്ലെങ്കിൽ സെർവന്റ് റൂമായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ച് നമുക്ക് ഇത് കൺവെർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആ ഭാഗത്ത് 2 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. മുകളിലെത്തുന്നത് വരെ ഹാൻഡ് റൈൽസ് എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ യൂട്ടിലിറ്റി സ്പേസ് ആണ് കണ്ടത്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. താഴെ കണ്ട 2 ബെഡ്റൂമുകളെ പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വിൻഡോസ് കിട്ടുന്നത് കർട്ടൻസ് ഇട്ടിരിക്കുകയാണ്, ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വിൻഡോ ബേ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. താഴെ എല്ലാം തന്നെ ഓപ്പൺ ചെയ്യാവുന്ന കബോർഡുകളാണ് നിറയെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ചെറിയ LED ലൈറ്റുകളും വരുന്നുണ്ട്.
2 സൈഡ് ടേബിളുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഭാഗത്തെല്ലാം തന്നെ വിൻഡോസ് ആണ് വരുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഇവിടെയായിട്ടാണ്. ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ്. മിഡിൽ പോർഷനുകളെല്ലാം ഓപ്പൺ സ്പേസ് ആണ്. താഴേക്ക് ഡ്രോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് പർപ്പസിനായിട്ട് അഡീഷണൽ ആയിട്ട് വലിയൊരു ഫുൾ കവർ ചെയ്യുന്ന മിറർ ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഗ്രേ കളർ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം. ഗ്രേ കളറാണ് ടൈലുകൾ വരുന്നത്. വൈറ്റ് കളറിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ബാത്റൂമിനായിട്ട് കൊടുത്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെയും ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ കണ്ട 3 ബെഡ്റൂമുകളെയും പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വിൻഡോസ് ആണ് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ കണ്ട സമയത്ത് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് നമുക്ക് വലിയൊരു ഗ്ലാസ് നമ്മൾ കണ്ടിരുന്നു. ആ ഒരു പോർഷൻ ഇവിടെയാണ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഗ്രേ കളറിൽ തന്നെയാണ്. സൈഡ് ടേബിൾ ഫെസിലിറ്റി എല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ബെഡ്റൂമുകളിലെ പോലെ തന്നെ ഇവിടെയും 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ബ്ലൈൻഡ്സ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. 2 സൈഡ് ടേബിൾ ഫെസിലിറ്റി ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും എല്ലാ റൂമുകളിലും ഓപ്പൺ ഏരിയാസിലെല്ലാം ഫാൻ ഫിറ്റിംഗ് കിട്ടുന്നുണ്ട്. സ്റ്റീൽ ബീഡിങ്ങുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിളിനായിട്ട് നമുക്ക് മിറർ ഫെസിലിറ്റി ആ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 4ാമത്തെയും ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ കളർ തന്നെയാണ് ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഇവിടെ നമുക്കൊരു ചെറിയ ബാത്റൂം ആണ് എങ്കിൽ പോലും സാധാരണ വീടുകളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വലിയ ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 4 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞ് നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് കാണേണ്ടത്. ഇവിടെ ഈ കാണുന്ന ഡോറാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഇതിന്റെ താഴെ കാണുന്നത് നമ്മളുടെ ഏറ്റവും താഴെ നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്ത് വരുന്ന ഒരു ലിവിംഗ് സ്പേസ് ആണ്. ആ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് നമ്മളിപ്പോ കാണുന്നത്. ഭംഗിയായിട്ടുള്ള നല്ലൊരു കോയിൻ ഷേപ്പ് വരുന്ന ഒരു ഷാൻഡിയർ ആണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. നേരെ നമ്മൾ ഡോർ തുറന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. മുകളിലെല്ലാം തന്നെ നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ബാൽക്കണി കൂടാതെ നമുക്ക് സെക്കൻഡ്ലി അവിടെ ആ ഒരു സൈഡിലായിട്ട് ക്ലോസ്ഡ് ബാൽക്കണി കൂടാതെ നമുക്ക് ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഓപ്പൺ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്തായിട്ടാണ്. നമുക്ക് ആലുവ കളമശ്ശേരിയിലേക്കാണെന്നുണ്ടെങ്കിലും ഇടപ്പള്ളി, എറണാകുളം, ആലുവ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 13ഓളം വില്ലകളാണ് ഇപ്പോൾ ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് വന്നിരിക്കുന്നത്. റോഡ് ഫേസ് ആയിട്ടാണ് ഈ വില്ലകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. 13 അറ്റ് പ്രസന്റ് ഉള്ളത്. ബാക്കിയുള്ള വില്ലകൾ ഇനിയും നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3-4 വില്ലകൾ സെയിലായി. നമുക്ക് 1-2 ആളുകൾ ഈ ഒരാഴ്ചയായിട്ടൊക്കെ തന്നെ താമസിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും മാത്രമാണ് ഈ കാണുന്ന വില്ലകളിൽ നിന്നുള്ള ദൂരം വരുന്നത്. നമ്മൾ ഈ ഒരു വില്ലകൾ നമുക്ക് ഏകദേശം ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആലുവയിലെ തന്നെ ഏറ്റവും വലിയൊരു വില്ല പ്രൊജക്ട് ആയിട്ട് വരുന്നതാണ്. ഗേറ്റഡ് വില്ലകളാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഓരോ വില്ലകളും 5 സെന്റ്, 5.5 സെന്റ്, 6 സെന്റ്, 7 സെന്റ് എന്നിങ്ങനെയുള്ള ലാൻഡ് അളവുകളിലാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും മനോഹരമായ വില്ലകൾ നമുക്ക് ആലുവയ്ക്ക് അടുത്ത് കംഫർട്ടബിൾ ആയ ഒരു പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ വില്ലകൾ കാണാനായിട്ടുള്ള നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇന്ന് തന്നെ വിളിച്ച് ഉറപ്പാക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 6 സെന്റ് സ്ഥലത്ത് 2950 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 6 സെന്റ് ഓഫ് ലാൻഡിൽ 2950 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നമുക്ക് കിണർ വെള്ളമുണ്ട്. 3 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഓപ്പൺ വില്ല കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 3ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന മനോഹരമായ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,42,00,000 രൂപയാണ്. 1.42 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീട് വാങ്ങാനുള്ള ഫുൾ എമൗണ്ട് കയ്യിലില്ല, കുറച്ച് ക്യാഷ് ഉള്ളെങ്കിലും വറി ചെയ്യേണ്ട, ഞങ്ങളെ വിളിച്ചോളൂ. ബാക്കിയുള്ളത് നമുക്ക് ലോൺ ആയിട്ട് തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്ത് തരാവുന്നതാണ്. നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് മാക്സിമം ലോൺ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും.
ഒട്ടും ഡിലേ വെക്കേണ്ട. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.